ഏറ്റവും പുതിയ വിവരം കൂടി പുറത്തു വരുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കാം എന്നാണ് പ്രതിഭാഗം പറയുന്നത്. എന്ത് ദൃശ്യമാണ് ഹാജരാക്കുക എന്ന് മനസ്സിലാകുന്നില്ല. ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്ന് പ്രതിഭാഗം പറയുന്നു. ഈ സമയത്ത് അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. തനിക്ക് അനുകൂലമായ ദൃശ്യങ്ങളായിരിക്കണം ഹാജരാക്കാം എന്ന് പറയുന്നത്. എന്നാൽ ഈ സമയത്ത് അത് അനുവദിക്കരുതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഹണി റോസ് തനിക്കെതിരെ പരാതി പറയേണ്ട സാഹചര്യമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രതിഭാഗം നടത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഹണി റോസിന് തന്നോട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാകണം ഹാജരാക്കാം എന്ന പ്രതിഭാഗം പറയുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സമയത്ത് അത് അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നതും അത് കേസിനെ ബാധിക്കും എന്നതുകൊണ്ടാണ്. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് സൈഫിനിസ? തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം ഉണ്ടായപ്പോൾ ബോബി ചെമ്മണ്ണൂരിനോട് നേരിട്ട് ഹണി റോസ് ഒരു രീതിയിലും പരാതി പറയുകയോ അതല്ലെങ്കിൽ അതൃപ്തി പരസ്യമാക്കുകയോ ചെയ്തിരുന്നില്ല. അത് തന്നെയാണ് പ്രതിഭാഗം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ എന്തിന് കൊണ്ടുവരുന്നു എന്നുള്ള ചോദ്യത്തിലേക്ക് പ്രതിഭാഗം എത്തുന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ അതിന് തടയിടുകയാണ്. നിലവിൽ അത് അനുവദിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവ വികാസങ്ങൾ, അതായത് ഒരു ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷത്തോടെ ഹണി റോസ് എത്തുന്നു. ബോബി ചെമ്മണ്ണൂർ മാല ധരിപ്പിക്കുന്നു. അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ കയ്യിൽ പിടിച്ച് കറക്കുന്നു. അപ്പോൾ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു. അതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ ഉണ്ട്. ആ സമയത്തെല്ലാമുള്ള ഹണി റോസിന്റെ അതിനോട് സന്തോഷത്തോടുകൂടി തന്നെ പ്രതികരിക്കുന്ന ഹണി റോസിന്റെ ദൃശ്യങ്ങളാകാം പ്രതിഭാഗം മുന്നിൽ കൊണ്ടുവന്ന് അന്ന് ഒരു പ്രശ്നമോ പ്രതികരണമോ ഒന്നും നടത്താത്ത നടി ഇപ്പോൾ എന്തുകൊണ്ട് പ്രതികരണം നടത്തുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാകത്തിലുള്ള ദൃശ്യങ്ങളാകാം കോടതിക്ക് മുൻപിൽ വെക്കാമെന്ന് പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെ പ്രോസിക്യൂഷൻ തടയുകയാണ്. വിവരങ്ങൾ വരുന്നു സൈഫിനിസ. ആലക്കോട്ടെ പരിപാടിയുടെ ദൃശ്യങ്ങളാണെന്ന പ്രതിഭാഗം വീഡിയോ കാണേണ്ടതില്ല എന്ന മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു. പ്രധാനപ്പെട്ട തീരുമാനമാണ്. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ട് പറയുന്നതാണ് ആ വീഡിയോ കാണേണ്ട കാര്യമില്ല എന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമെന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. ആലക്കോട്ടെ പരിപാടിയിൽ ഹണി റോസ് താനുമായി ചിരിച്ച് സംസാരിക്കുന്ന ദൃശ്യങ്ങളായിരിക്കണം. ദൃശ്യങ്ങൾ ഹാജരാക്കാമെന്ന് ആദ്യമേ പ്രതിഭാഗം പറയുന്നു. ഈ സമയത്ത് അനുവദിക്കരുത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ആലക്കോട്ടെ പരിപാടിയുടെ ദൃശ്യങ്ങളാണെന്ന് പ്രതിഭാഗം പറയുന്നു. വീഡിയോ ഇപ്പോൾ കാണേണ്ടതില്ല എന്ന് മജിസ്ട്രേറ്റ് തീരുമാനമെടുക്കുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമേ പ്രതി ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ രാമൻപിള്ള വാദിക്കുന്നത്. പ്രതിഭാഗത്തിന്റെ വാദം അതാണ്. ആലക്കോട്ടെ പരിപാടിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടാണ് ഹണി റോസ് നിൽക്കുന്നത്. ആ ദൃശ്യമാണ് ഒരു വാദമായിട്ട് കോടതിയിൽ ഉന്നയിക്കുന്ന പ്രതിഭാഗം. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ അല്ല എന്നാണ് പ്രതിഭാഗം പറയുന്നത്. അന്ന് പരാതി ഉണ്ടായിരുന്നില്ലല്ലോ എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അതിനുശേഷം ആ വാക്കുകളുടെ അർത്ഥമൊന്നും അപ്പോൾ പിടികിട്ടിയില്ല എന്നും പിന്നീട് തന്നെ പലരും വിളിച്ചു ചോദിച്ചപ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലായതെന്നും അപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജറെ വിളിച്ച് തന്റെ ഇഷ്ടക്കേട് വ്യക്തമാക്കിയിരുന്നു എന്നും ഹണി റോസ് വളരെ വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്റെ പരിപാടിയിൽ ചിരിച്ചുകൊണ്ട് നിന്ന ഹണി റോസ് പിന്നെ എന്തിനെ ഇപ്പോൾ ദിവസങ്ങൾക്കിപ്പുറം ഒരു പരാതിയുമായി വന്നിരിക്കുന്നു, അത് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. മഹാഭാരതത്തിലെ കുന്തി ദേവിയോടാണ് ഉപമിച്ചത് എന്ന പരിഹാസ്യമായ വാദം ഇപ്പോൾ പുറത്തു പറഞ്ഞിരുന്ന വാദമാണ്. അത് കോടതിയിലും ഉന്നയിക്കുകയാണ്. ഈ വാചകം പറഞ്ഞ ശേഷം ഇയാൾ പല ഘട്ടങ്ങളിലും പല ഇന്റർവ്യൂകളിലും ഇത് തന്നെ ആവർത്തിച്ചു. നടിയെന്നല്ലേ വിളിച്ചുള്ളൂ, മറ്റൊന്നും വിളിച്ചില്ലല്ലോ എന്ന വാദവും പറഞ്ഞിരുന്നു. അതടക്കം ഉള്ള ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ കുന്തി ദേവി പ്രയോഗം മാത്രം എടുത്തിട്ട് പറഞ്ഞുകൊണ്ട് അത് മഹാഭാരതത്തിലെ വിവരണമാണ് എന്ന വാദം ഉന്നയിക്കുകയാണ്. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ പരിപാടിക്ക് വേണ്ടിയാണ് ഹൈലി പെയ്ഡ് ഗസ്റ്റിനെ വിളിച്ചത് എന്നുകൂടി വാദം ഉന്നയിക്കുന്നു. അത് നേരത്തെയും ഇയാൾ പുറത്തു പറഞ്ഞതുമാണ്. തന്റെ മാർക്കറ്റിംഗ് തന്ത്രമാണ്, തൻ്റേത് ഒരു തമാശ രീതിയാണ്, തന്റെ സ്ഥിരമായ രീതിയാണ്. അതിൽ അപമാനിക്കാൻ ഉദ്ദേശിച്ചു ഒന്നുമില്ല. അത് കേട്ട് ചിരിക്കുന്നവരുണ്ടാകാം, പക്ഷേ അതിൽപ്പെടുന്ന ഒരാളല്ല ഹണി റോസ് എന്ന് ഹണി റോസ് തെളിയിച്ചിരിക്കുന്നു.
താൻ കയറി പിടിച്ചിട്ടില്ല, കൈ കാണിച്ചു, കൈ പിടിച്ചു, അത്രയേ ഉള്ളൂ എന്നാണ് ഒരു വാദമായി ഇപ്പോൾ പ്രതിഭാഗം പറയുന്നത്. ശരീരത്തിലെ സ്പർശനമടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹണി റോസ് പരാതിയായി നൽകിയിരിക്കുന്നത്. മോശം ഉദ്ദേശത്തോടു കൂടിയുള്ള സ്പർശനം, അത് ഹണി റോസിന്റെ അനുമതിയോട് കൂടിയുള്ള സ്പർശനമായിരുന്നില്ല എന്ന് വ്യക്തമാണ്. പക്ഷേ അത് കയറി പിടിക്കലല്ല, കൈ കാണിച്ചു, കൈ പിടിച്ചു, അത്രയേ ഉള്ളൂ എന്ന വാദം ഉന്നയിക്കുന്നു. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ പരിപാടിക്ക് വേണ്ടി ഈ താരങ്ങളെ കൊണ്ടുവരുന്നത് തൻ്റെ ഒരു രീതിയാണ് എന്നുള്ളതാണ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തൽക്കാലം കാണണ്ട എന്ന് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു.